നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ സംഘർഷം ആളിക്കത്തുകയാണ്. തുടർച്ചയായ 5ാം ദിവസവും സംഘർഷത്തിന് യാതൊരു അയവുമില്ല. ഇറാൻ റവല്യൂഷണറി ഗാർഡ് വ്യക്തമാക്കുന്നത് ഇസ്രായേൽ ലക്ഷ്യമിട്ട് ഫത്ത ഹൈപ്പർസോണിക് മിസൈലുകൾ പ്രയോഗിച്ചുവെന്നാണ്. ഓപ്പറേഷൻ ഹോണസ്റ്റ് പ്രോമിസ് 3ന്റെ 11ാം തരംഗമാണ് ഫത്ത 1 മിസൈലുകൾ ഉപയോഗിച്ച് നടപ്പാക്കുന്നത് എന്നാണ് ഇറാൻ പറയുന്നത്. ഇതിനിടെ മാക്സഫ് ടെക്നോളജീസ് പുറത്തുവിട്ട ഉപഗ്രഹ ചിത്രങ്ങൾ ഇതിൽ ഇറാന്റെ സൈനിക ആണവ കേന്ദ്രങ്ങളിലെ നാശനഷ്ടങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അതായത് അത്രത്തോളം ഇറാന്റെ സൈനിക ആണവ കേന്ദ്രങ്ങൾ നാശനഷ്ടമുണ്ടായി എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഉപഗ്രഹ ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഫത്ത എന്നാൽ ശബ്ദത്തിന്റെ 5 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കാൻ കഴിവുള്ള ഹൈപ്പർസോണിക് മിസൈലുകളാണ്. വിജയി എന്നർത്ഥം വരുന്ന ഫത്ത മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്തേക്ക് അതിവേഗം എത്തിച്ചേരും. ശത്രു രാജ്യങ്ങളുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാനാകും. 2023 ജൂണിൽ ഇറാൻ ഫത്ത മിസൈലുകൾ പുറത്തിറക്കി. 1400 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ മിസൈലുകൾക്ക് പലതരം പോർമുനകൾ വഹിക്കാനാകും. ഇസ്രായേലിന്റെ ആരോ പോലുള്ള നൂതന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തുളച്ചു കയറാൻ പ്രത്യേക രൂപകൽപ്പന ചെയ്തത്. നൂതന കബളിപ്പിക്കൽ കഴിവുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംയോജനം ഇതിനുണ്ട്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഇതിനുണ്ട്. ഒരു 2 സ്റ്റേജ് സോളിഡ് ഫ്യൂവൽ മിസൈലായിരുന്നു ഇത്. ഇറാന്റെ ആയുധ ശേഖരത്തിൽ മറ്റു പലതരം ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളും ഉണ്ട് എന്നതും ഏറ്റവും ശ്രദ്ധേയം. ഇറാനാണ് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ മിസൈൽ ശേഖരമുള്ളത്. ഇതിൽ 20-ലധികം തരം ബാലിസ്റ്റിക് മിസൈലുകളും നിരവധി ക്രൂയിസ് മിസൈലുകളുമുണ്ട്. ഷഹാബ് 1, ഷഹാബ് 2, ഗിയാം 1 ഫത്ത കുടുംബത്തിൽപ്പെട്ട മിസൈലുകളാണ്. ഹോർമുസ് സീരീസ്, ഷഹാബ് 3, ഖദർ 110, സെജിൽ 2, ഗൊറാം ഷഹർ, ഗൈബർ ഷെക്കാൻ തുടങ്ങിയവ ഇറാന്റെ പ്രധാന മിസൈലുകളിൽ ചിലതാണ്. 2024 ഏപ്രിൽ ഓപ്പറേഷൻ ടു പ്രോമിസ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആക്രമണങ്ങളിൽ ഇറാൻ ഫത്ത, ഖദർ, ഇമാദ് തുടങ്ങിയ മിസൈലുകളാണ് ഇസ്രായേലിനെതിരെ വിന്യസിച്ചിരുന്നത്. ഇറാനിലെ ആണവ നിലയം ഇസ്രായേൽ തകർത്തിരിക്കുന്നു എന്ന വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ആദ്യം മുന്നറിയിപ്പ് നൽകി, പിന്നാലെ കനത്ത ആക്രമണം. ഇറാനിലെ ആണവ നിലയം തകർത്ത് തരിപ്പണമാക്കി ഇസ്രായേൽ എന്ന വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തു വരുന്നത്. ഇറാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ തകർന്ന കെട്ടിടത്തിൽ തിരച്ചിൽ അടക്കം നടത്തുന്നുണ്ട് ഈ റെഡ് ക്രസന്റ് പ്രവർത്തകർ. ഇറാനിലെ അറാഖ് ആണവ നിലയമാണ്, അതായത് ഹെവി വാട്ടർ റിയാക്ടർ ആണ് ഇപ്പോൾ ഇസ്രായേൽ ആക്രമിച്ചിരിക്കുന്നത്. ഇതുവരെ റേഡിയേഷൻ ഭീഷണി ഉയർന്നിട്ടില്ലെന്നും ആക്രമണത്തിന് മുൻപ് തന്നെ ഇവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചിരുന്നുവെന്നും ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ കേന്ദ്രം ആക്രമിക്കുമെന്ന് ഇസ്രായേൽ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. മേഖലയിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ആളുകളോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇറാനിലെ ടെഹ്റാനിൽ നിന്ന് ഏകദേശം 250 കിലോമീറ്റർ, അതായത് 155 മൈൽ തെക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ആണവ നിലയമാണ് അറാഖ് ഹെവി വാട്ടർ റിയാക്ടർ. എന്തായാലും അതും തകർത്തിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരമാണ് പുറത്തു വരുന്നത്. ഇസ്രായേൽ കടുപ്പിക്കുകയാണ് ആക്രമണം എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു പോരാട്ടത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഇസ്രായേലി നഗരങ്ങളിൽ ഇറാന്റെ കനത്ത വ്യോമാക്രമണം ഇപ്പോഴും തുടരുകയാണ്. മധ്യതെക്കൻ ഇസ്രായേലിലെ 4 സ്ഥലങ്ങളിൽ ഇറാനിയൻ മിസൈലുകൾ ഗുരുതരമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. ടെൽ അവീവ് ഉൾപ്പെടെയുള്ള നഗരങ്ങളും കനത്ത നാശനഷ്ടമാണ് ഉണ്ടായത്. പ്രാദേശിക സമയം രാവിലെ 8:30യോടെയായിരുന്നു കനത്ത ആക്രമണം ഉണ്ടായത്. നിരവധി കെട്ടിടങ്ങൾ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായി. 60-ലേറെ പേർക്ക് പരിക്കേറ്റു. ഇസ്രായേൽ സൈന്യത്തിന്റെ കമാൻഡ് ആൻഡ് ഇന്റലിജൻസ് ആസ്ഥാനവും സൈനിക ഇന്റലിജൻസ് ക്യാമ്പുമാണ് ഇറാൻ ലക്ഷ്യം വയ്ക്കുന്നത് എന്നതാണ് വിവരം. ബീർഷെവയിലെ സൊറോക്ക ആശുപത്രിക്ക് സമീപമാണ് ഇവ സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും വലിയ ആശുപത്രികളിലൊന്നായ സൊറോക്കോ ആശുപത്രിക്ക് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ടെൽ അവീവിലെ ഉയർന്ന അപ്പാർട്ട്മെന്റിനു നേർക്കും മധ്യ ഇസ്രായേലിലെ മറ്റു സൈറ്റുകളുടെ നേർക്കും ഇറാൻ ആക്രമണം നടത്തി എന്നതും ഏറ്റവും ശ്രദ്ധേയം. ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. ഇരു കൂട്ടരും ശക്തമായ ആക്രമണം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ഇതെവിടെ അവസാനിക്കുമെന്നാണ് ലോകം ഒന്നടങ്കം ചോദിക്കുന്നത്. ഇസ്രായേൽ ഏറ്റവും വലിയ ആശുപത്രികളൊന്നായ സൊറോക്കോ ആശുപത്രിക്ക് നേരെയാണ് ഇപ്പോൾ ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ആശുപത്രിക്ക് കാര്യമായ നാശനഷ്ടം ഉണ്ടായി എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. തകർന്ന ജനലുകൾ, ഉയർന്ന കറുത്ത പുക, ഇതെല്ലാം ഇസ്രായേലി മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അതേസമയം ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധം നടക്കുന്നതിന്റെ ട്രംപിന്റെ മറ്റൊരു പ്രതികരണം കൂടി നമുക്ക് നോക്കാം. പാക് സൈനിക മേധാവിയെ കണ്ടത് ബഹുമതിയാണെന്നും അവർക്ക് ഇറാനെ അറിയാം, ഇന്ത്യയുമായി യുദ്ധത്തിൽ ഏർപ്പെടാത്തതിൽ നന്ദി എന്നതടക്കമുള്ള പ്രതികരണം ട്രംപ് നടത്തിയിരിക്കുന്നു. മാത്രമല്ല പാകിസ്ഥാനുമായി US വ്യാപാര കരാറിൽ ഏർപ്പെടുമെന്നും ട്രംപ് അറിയിച്ചു. അതിൽ തനിക്ക് വളരെ സന്തോഷമുണ്ടെന്നും 2 വളരെ മിടുക്കരായ ആളുകൾ യുദ്ധം തുടരേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. അവർ 2 വലിയ ആണവ ശക്തികളാണ്. ഇന്ന് അസീം മുനവറിനെ കാണാൻ കഴിഞ്ഞത് ബഹുമതിയായി കാണുന്നു എന്നതടക്കമുള്ള ഒരു പ്രതികരണമാണ് ഈ പാകിസ്ഥാനെ ഇന്ത്യയും ഉദ്ദേശിച്ച് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ശക്തമാകുന്ന ഒരു ചോദ്യമാണ്, ഇറാനെ തകർക്കാൻ, ഇറാനെ തരിപ്പണമാക്കാൻ US ഇസ്രായേലിന് കൈകൊടുക്കുമോ? ഇരു രാജ്യങ്ങളും ഒന്നിക്കുമോ? ആ ഒരു ചോദ്യമാണ് മധ്യപൂർവ്വ ദേശത്തിന്റെ ഭാവിയെ തന്നെ നിർണ്ണയിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അമേരിക്കയുടെ നിലപാട് എന്താണ് എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇസ്രായേലിനോടൊപ്പം അമേരിക്ക ചേർന്നാൽ തീർച്ചയായിട്ടും ഇറാനെ തകർത്ത് തരിപ്പണമാക്കും. പ്രത്യേകിച്ച്
ഖമനേയി നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ഇത്തരത്തിൽ ഈ ഒരു ആക്രമണം, അതായത് ഇസ്രായേലിനൊപ്പം ഏതെങ്കിലും രാജ്യങ്ങൾ ചേർന്നാൽ തീർച്ചയായിട്ടും അവരും തിരിച്ചടി നേരിടേണ്ടി വരും എന്നതടക്കമുള്ള ഒരു മുന്നറിയിപ്പ് ഖമനേയിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള ഇസ്രായേലിന്റെ ഓപ്പറേഷൻ റൈസിംഗ് ലൈനിൽ പങ്കുചേർന്നാൽ ഇറാന്റെ ഫോർഡോ ആണവ കേന്ദ്രമാകും യുഎസിന്റെ പ്രധാന ലക്ഷ്യമാകുക. എന്തിനാണ് ഫോർഡോയിൽ ഇസ്രായേൽ യുഎസിന്റെ സഹായം തേടുന്നത് എന്നതൊരു ചോദ്യം തന്നെയാണ്. അതേസമയം ഒരു 48 മണിക്കൂർ ഏറെ നിർണായകമാണ്. ഈ 48 മണിക്കൂറിനുള്ളിൽ ട്രംപിന്റെ നിലപാട് എന്താണെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുന്ന സാധിക്കും. ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതിക്ക് അംഗീകാരം നൽകിയിരുന്നുവെന്നും എന്നാൽ ഇറാൻ അവരുടെ ആണവ പദ്ധതി അവസാനിപ്പിക്കാൻ ഒരു അവസരം കൂടി നൽകുകയായിരുന്നുവെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. ഇറാനിൽ ഇതുവരെ 584 പേരെങ്കിലും കൊല്ലപ്പെട്ടെന്നാണ് വാഷിംഗ്ടൺ ആസ്ഥാനമായ ഇറാൻ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റുകൾ പറയുന്നത്. തിരിച്ചറിഞ്ഞ 239 പേരിൽ 126 പേർ സൈനികരാണ്. ടെൽ അവീവിൽ നിന്ന് ജർമ്മനി പൗരരെ ഒഴിപ്പിച്ചു തുടങ്ങി. ഇറാനിലുള്ള ചില ഇന്ത്യക്കാരെ നാട്ടിലേക്ക് എത്തിക്കുന്ന സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ ഈ ആക്രമണത്തിനോടനുബന്ധിച്ച് ഒരുപാട് ജനങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട്. അവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ അതാത് രാജ്യങ്ങൾ നടത്തുന്നുണ്ട്. എന്തായാലും ഇറാൻ ഇസ്രായേൽ പോരാട്ടം ഇത്രയും ദിവസം പിന്നിടുമ്പോൾ ഇസ്രായേലിന് അപ്രതീക്ഷിതമായ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ഇസ്രായേലിന് ഒട്ടും പ്രതീക്ഷിക്കാത്ത ആക്രമണത്തെയാണ് രാവിലെയോടെ നേരിട്ടത്. ഇസ്രായേലിന്റെ പ്രതിരോധ കവചമായ അയൺ ഡോമിന് തടയാനാകാത്ത വിധം ശക്തമായ ഹൈപ്പർസോണിക് മിസൈലുകളാണ് ടെൽ അവീവ് ലക്ഷ്യമിട്ട് ഇറാൻ തൊടുത്തത്. ഇറാൻ തൊടുത്തുവിട്ട 26 മിസൈലുകൾ 3 എണ്ണം അയൺ ഡോമിന് പ്രതിരോധിക്കാൻ സാധിച്ചില്ല. ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധത്തെ ഭേദിച്ച് കനത്ത നാശം വിതച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇറാൻ 400-ലേറെ മിസൈലുകളും 100 കണക്കിന് ഡ്രോണുകളുമാണ് ഇസ്രായേലിലേക്ക് അയച്ചത്. ടെൽ അവീവ് ലക്ഷ്യമാക്കിയും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് ലക്ഷ്യമാക്കിയും വിക്ഷേപിച്ച ഇവയിൽ പലതും ഇസ്രായേൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് വിവിധയിടങ്ങളിൽ പതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാൻ നടത്തിയ ശക്തമായ വ്യോമാക്രമണങ്ങളെ തുടർന്ന് 4000 പേരെ ടെൽ അവീവിൽ നിന്ന് ഇസ്രായേൽ അടിയന്തരമായി ഒഴിപ്പിച്ചു. പോരാട്ടം നടക്കുകയാണെന്നും ഇസ്രായേൽ ഭരണകൂടത്തിന് ശക്തമായ മറുപടി നൽകണമെന്നും ആയത്തുള്ള ഖമേനി ഇന്ന് രാവിലെയും പറഞ്ഞിരുന്നു. ഡ്രോണുകളുടെ ഒരു വലിയ നിര തന്നെയാണ് ഇസ്രായേലിലേക്ക് അയച്ചതെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ഇറാൻ ആക്രമണം ശക്തമായതോടെ സുരക്ഷയെ കരുതി ജെറുസലേമിൽ അമേരിക്കൻ എംബസി അടയ്ക്കുന്ന സാഹചര്യമുണ്ടായി. ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ഇറാന്റെ മിസൈലുകൾ തകർത്തതായാണ് ഇറാന്റെ അവകാശവാദം. ആശുപത്രികൾക്കും സൈനിക കേന്ദ്രങ്ങളിലേക്ക് തൊടുത്തുവിട്ട മിസൈലുകൾ വലിയ തോതിൽ ആൾനാശം വരുത്തിയതായും ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. ഇസ്രായേലിനോട് ഒരു തരത്തിലുള്ള കരുണയും തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ലെന്ന് ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നുമാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയുടെ ഭീഷണി. എന്തായാലും സാഹചര്യങ്ങൾ ഇത്തരത്തിലായിരിക്കുന്നു. എവിടെ ചെന്ന് ഈ യുദ്ധം അവസാനിക്കുമെന്ന ചോദ്യമാണ് ഏവരും ഒരേ സ്വരത്തിൽ ആവർത്തിക്കുന്നത്. എവിടെ ചെന്ന് അവസാനിക്കും? ആശങ്ക ശക്തമാവുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.